വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ തിരുവചനങ്ങൾ. വിശ്വാസമില്ലാത്ത തലമുറ അവൻ്റെ ദീർഘക്ഷമ പരീക്ഷിക്കരുത്. ദൈവത്തിൻ്റെ പുത്രനും ദാസനുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിലും ശക്തിയിലും വിശ്വസിച്ച് ആശ്രയിക്കണം. ബാലൻ്റെ പിതാവ് വിശ്വസിച്ചാശ്രയിച്ചു, അതിനാൽ ബാധ ഒഴിപ്പിക്കാൻ സാധ്യമാകും. ബാലനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ യേശു നിർദ്ദേശിച്ചു. യേശുവിനെ സമീപിച്ചപ്പോൾ പിശാച് അവൻ്റെ സർവ്വശക്തിയും പ്രകടിപ്പിക്കുക. പക്ഷേ യേശുവിൻ്റെ ശക്തിയുള്ള വാക്ക് പിശാചിനെ അധീനപ്പെടുത്തി. യേശുവിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ രക്ഷാകരമായ ശക്തി തന്നെയാണ്. ദൈവത്തിൻ്റെ രക്ഷാകരമായ ശക്തി യേശുവിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെടുകയും ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്വത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ആഹ്വാനം കർത്താവ് ഇതിൽ നിന്ന് നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വചനത്തെ വായിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ജീവിക്കുന്ന കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.